അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മോഷൻ പിക്ചർ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടു കാണും. വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അവിടെയൊക്കെ ഒരു മൂവിങ് ഫോട്ടോയ്ക്ക് ഒരു മോഷൻ നൽകി അതിനൊരു മ്യൂസിക്കൊക്കെ ഇട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല തൊട്ടടുത്ത് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ വഴി അതിനെ വിളിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് വേണ്ട ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ചെയ്യാൻ ശ്രമിച്ചൊരു ഇൻ്റർഫേസാണ് വരുന്നത്. നമുക്കത് മാറ്റി മെമ്മറി കൊടുത്ത് ഇത് ഗാലറി ചൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോണിൻ്റെ കൺഫർമേഷനാണ് വരുന്നത്. അതിലും ഗാലറി ചൂസ് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ടൂൾസാണ്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് റിവ്യൂ എഡിറ്റ് ചെയ്യാൻ ഈ 3 ബട്ടൺ എക്സ്പോർട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇവിടെ മിക്കവാറും എക്സ്പോർട്ട് ചെയ്യാൻ, അതായത് ഓപ്ഷനിൽ എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും. ഇവിടെ നമ്മളെ പ്രിവ്യൂ പാനാണ്. അപ്പോൾ ഞാനിവിടെ സീക്വൻസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് എങ്ങനെ മോഷൻ കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ വളരെ വൾഗറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യണം. സ്റ്റെബിലൈസ് ചെയ്യാൻ താഴെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാം. നമുക്ക് എവിടെയാണോ വേണ്ടാത്ത ആ ഭാഗം ഈ ഡോട്ടുള്ള ഈ ലൈൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാം. ഇനി നമ്മളിത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ക്യാമറയും കൂടെ പോകുന്നതാണ്. നമുക്ക് ക്യാമറ ഓഫ് ചെയ്യും. ക്യാമറയുടെ ക്യാമറയുടെ നമുക്ക് സ്റ്റെബിലൈസിൻ്റെ ആ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെയും പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് അതിൽ നിന്ന് വരുന്ന കണക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ക്യാമറയിൽ നിന്ന് വരുന്നതാണ് കൊണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ പറ്റിയാണ്. നിങ്ങളവിടെ കറക്റ്റ് കുറച്ച് സമയം എടുത്ത് ചെയ്യണമെങ്കിൽ ഇത് അടിപൊളിയായിട്ടിരിക്കും. ഇനി നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് സേവ് എക്സ്പോർട്ട് വീഡിയോ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മാച്ച് ആഡ് ചെയ്ത വീഡിയോ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ടൈം 6 seconds ആണ്. വിത്ത് ലോഗോ വിത്തൗട്ട് ലോഗോ. ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. വീഡിയോ ടൈം 6 seconds ആണ്. പിന്നെ മാച്ച് ആഡ് ചെയ്ത വീഡിയോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കാം. വിത്തൗട്ട് ലോഗോ കൊടുക്കുകയാണെങ്കിൽ ഗെറ്റ് ദ പ്രൊഫഷണൽ വെർഷൻ, അതായത് റിമൂവ് ലോഗോ ചെയ്യണമെങ്കിൽ അതിൻ്റെ പെയ്ഡ് വെർഷൻ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് വിത്ത് ലോഗോ കൊടുക്കാം. MP4 GIF, അപ്പോൾ നമുക്ക് MP4 കൊടുക്കാം. അങ്ങനെ ജനറേറ്റിംഗ് വീഡിയോ പ്രിപ്പയറിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സമയമെടുക്കും. അപ്പം ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ വീഡിയോ ഗാലറിയിലൂടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പം ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ആ ലോഗോ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ പെയ്ഡ് വെർഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോഡ് വെർഷൻ ഉപയോഗിക്കാം. വീഡിയോ ഞാൻ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയേണ്ടത്, അതായത് എനിക്ക് കുറച്ച് നാൾ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക്, അതായത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന മൈക്ക് ചീത്തയായിപ്പോയി. അപ്പം ഇപ്പോൾ ഒരു ഹെഡ്സെറ്റിൻ്റെ മൈക്ക് ഉപയോഗിച്ചാണ് ടെമ്പററി ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മൈക്ക് എനിക്ക് കിട്ടുന്നവരെ, അതായത് മിക്കവാറും ഫ്രൈഡേക്കകത്ത് കിട്ടുന്നവരെ എനിക്ക് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനൊരുപാട് സോറി. അപ്പോൾ ഇനി അടുത്തൊരു ഇതേപോലെ ഒരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.